ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും കോഴിമുട്ടയും വെച്ചിട്ടൊരു സാൻഡ്വിച്ചാണ്. ഇതിനായിട്ട് കോഴിമുട്ട പുഴുങ്ങിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉള്ളി ചേർത്ത ഉടനെ തന്നെ അല്പം ഉപ്പ് ചേർക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് വഴഞ്ഞു വരും. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് പാകത്തിനുള്ള പച്ചമുളക്, ഇഞ്ചി, അതുപോലെ കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഉള്ളിയിലും മറ്റും യോജിച്ച് വരുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അല്പം മുളക് പൊടി ചേർക്കുക. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്താൽ മതി. ശേഷം ഒരു ചെറിയ തക്കാളി ചേർക്കുക, അല്പം ഗരം മസാല, പിന്നെ ഒരു നുള്ള് പഞ്ചസാര ഇത്രയും ചേർത്ത് മിക്സ് ചെയ്യുക നന്നായിട്ട്. അതിനുശേഷം നമ്മൾ പുഴുങ്ങിയിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കുക. ഇത് ചേർത്ത് ഒരുപാട് മിക്സ് ചെയ്യണ്ട, ഇത് ഉടഞ്ഞു പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വരിക. ഓക്കെ. ഇനി ഒരു ബ്രെഡ് നമ്മൾ സൈഡെല്ലാം അതിൽ ബ്രൗൺ പീസസൊക്കെ മാറ്റിയ ശേഷമുള്ള വൈറ്റ് പോർഷൻ മാത്രം എടുത്ത് ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർക്കുക. ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഇത് ഏത് ഷേപ്പിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ ബ്രെഡും ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ എടുത്ത് അല്പം വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡും കോഴിമുട്ടയുടെ മിക്സും ഇത് ഓരോന്നോരോന്നായിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഒരു സൈഡ് ക്രിസ്പായി വരുന്ന ടൈമിൽ തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗവും കൂടി മൊരിച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.